പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നിന്നാണ് നാം ദൈവത്തിൻ്റെ വചനം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ 2 വീഡിയോകൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുകയുണ്ടായി. ആ 35-ാം വാക്യത്തിൽ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, ക്രിസ്തീയ ധൈര്യം തള്ളിക്കളയാതെ ജീവിക്കണം എന്ന ഒരു ചിന്തയാണ് നാം തുടർച്ചയായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം 3-ാമത്തെ കാര്യമാണ് സംസാരിക്കുന്നത്. എബ്രായ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ധൈര്യം വെളിപ്പെടുത്തിയ അടുത്ത ഒരു പടിയെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അത് 34-ാമത്തെ വാക്യമാണ്. 34-ാം വാക്യം നമുക്ക് വായിക്കാം. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറയുകയാണ്. അവർക്ക് നഷ്ടമുണ്ടായി. വെറും നഷ്ടമല്ല, സാമ്പത്തികമായ നഷ്ടം. അവരുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി തീർന്ന, ഒരു ദൈവപൈതലായി തീർന്ന യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളിൽ നിന്ന് അവർ പുറത്തു വന്നപ്പോൾ നാം വായിച്ചതുപോലെ യഹൂദ മതത്തിൻ്റെ മേധാവികളിൽ നിന്ന്, സുവിശേഷ വിരോധികളിൽ നിന്ന് അല്ലേ, അക്കാലത്ത് അവർക്ക് ഒത്തിരി നിന്ദകളും പീഡകളും കൂത്തുകാഴ്ചയുമായി തീരുന്ന അനുഭവങ്ങളുണ്ടായി. തീർന്നില്ല, അവരുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു, അവരുടെ നന്മകൾ അപഹരിക്കപ്പെട്ടു. അങ്ങനെ ഒന്നുമില്ലാത്തവരായി അവർ തീരുവാനിടയായി. ഇങ്ങനെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ഒരു വലിയ നഷ്ടം ജീവിതത്തിൽ വന്നപ്പോഴും നാം ഇവിടെ വായിക്കുന്നത് അവർ അത് സന്തോഷത്തോടെ സഹിച്ചു എന്നാണ്. വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ്. ജീവിതത്തിലുണ്ടായ വലിയ നഷ്ടം, കർത്താവിനെ പ്രതി ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിൽ, ദൈവത്തെ വിളിച്ചതിൻ്റെ പേരിൽ, രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടായി. അവരുടെ സമ്പത്ത് നഷ്ടമായി, അവരുടെ പിതൃസ്വത്തായിരിക്കാം, ഇതെല്ലാം അവർക്ക് നഷ്ടമായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നുപോയപ്പോൾ നമ്മൾ വചനം വായിക്കുന്നത് അവർ സന്തോഷത്തോടെ അത് സഹിച്ചു. നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് നിങ്ങളിങ്ങനെ സന്തോഷത്തോടെ ഇത് സഹിക്കാനുള്ള കാരണം? അതിൻ്റെ കാരണം അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമമായ സമ്പത്ത്, ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവരെങ്ങനെയാണ് ഇത് സഹിച്ചതെന്ന് ചോദിച്ചാൽ അവർക്കൊരു വലിയ അറിവുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ അവർക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടമായി പോയാലും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് അവർക്കുണ്ട് എന്ന അറിവ് അവർക്ക് ധൈര്യം പകർന്നു. കഷ്ടങ്ങളെ അതിജീവിക്കുവാൻ, അവരുടെ നഷ്ടങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് അവർക്ക് പകർന്നു. ആ ധൈര്യം അവർക്കുള്ളത് കൊണ്ടാണ് സന്തോഷത്തോടെ അവർ ഈ നഷ്ടം സഹിക്കുവാനിടയായി തീർന്നത്. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദരീ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, കർത്താവിനെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ലാഭം മാത്രമേ അവർക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് ഒരുപക്ഷെ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ, നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടായേക്കാം. ഈ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുവാനോ ഉപേക്ഷിക്കുവാനോ, വിശ്വാസം ഉപേക്ഷിക്കുവാനല്ല, ഇവിടെ എബ്രായ വിശ്വാസികളെപ്പോലെ സന്തോഷത്തോടെ സഹിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിന് നമുക്ക് ഈ കർത്താവിന് വേണ്ടി നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് നഷ്ടമല്ലെന്നും സ്വർഗത്തിൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നും നമുക്കുള്ളൊരു അറിവാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. ഈ നഷ്ടങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ നഷ്ടമെന്ന് പറയുന്നത് ലോകത്തിൻ്റെ കണക്ക് പ്രകാരം, ലോകത്തിൽ ആളുകൾ ചിന്തിക്കുന്നത് സാമ്പത്തികമായിട്ടൊരു വലിയ തകർച്ച ഉണ്ടായാൽ അവർ പറയും ഒരു വലിയ നഷ്ടമാണ്. ലോകത്തിൻ്റെ കണക്കിൽ ഇതെല്ലാം നഷ്ടമാണ്. പക്ഷേ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകം നഷ്ടമെന്ന് പറയുന്നത് നമുക്ക് നഷ്ടമല്ല, അത് നമുക്ക് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ലോകം ഈ പുറമേ ഉള്ളത് നോക്കുമ്പോൾ
നിത്യമായ ദർശനമുള്ളവരാണ് ദൈവമക്കൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാം കർത്താവിന് വേണ്ടി നഷ്ടമാക്കുന്നതൊന്നും നഷ്ടമല്ല, അതൊക്കെ ലാഭമാണ് എന്ന് ആത്മവെളിപ്പാടുള്ളവർ പറയുവാൻ ഇടയായിത്തീരും. ഇന്ന് ദൈവവചനങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ആ ആത്മവെളിപ്പാട് നിങ്ങളുടെ അകത്തുണ്ടാകുവാൻ ഈ വചനം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിനെ പ്രതി നഷ്ടം സഹിക്കുവാൻ തയ്യാറുള്ള ഒരു കൃപ പ്രാപിക്കുവാൻ ഈ ദൂത് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ഭൂരിപക്ഷം മനുഷ്യരും തങ്ങളുടെ ജീവിതം, അവരുടെ ആയുസ്സ്, അവർക്കുള്ള ആരോഗ്യം, അവരുടെ ജോലി, അവരുടെ സമ്പത്ത് എല്ലാം അവരുടേതായ ഇഷ്ടങ്ങൾക്കും അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും അവരുടേത് മാത്രമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആയുസ്സിൻ്റെ നല്ല പങ്കും ആളുകൾ ഇങ്ങനെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കായും കുടുംബത്തിനായും അവരുടെ കരിയറിനായും അല്ലെ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായി വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ യാഥാർത്ഥ്യം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ ജയത്തിന് വേണ്ടി മാത്രമായി ഇങ്ങനെ ജീവിതത്തിൽ സമയവും പണവും കാര്യങ്ങളുമൊക്കെ വിനിയോഗിക്കുന്നവർ വളരെ വേദനയോടെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ആ ചെലവഴിക്കുന്നതിനനുസരിച്ച് നാം സമയം നഷ്ടമാക്കുന്നതിനനുസരിച്ച് തിരിച്ചൊരു പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നാം എല്ലാവരും ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ ദൈവത്തെ മറന്ന്, അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തെ മറന്ന് ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുക്കാതെ, ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ സമയമില്ലാതെ, ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ പണമില്ലാതെ, ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ ആരോഗ്യമില്ലാതെ, ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കൊടുക്കാതെ, പകരം നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമായി നമ്മുടെ സമയം ചെലവഴിക്കുകയും നമ്മുടെ ആരോഗ്യം ചെലവഴിക്കുകയും നമ്മുടെ ജീവിതത്തിലെ ഭൂരിഭാഗ കാര്യങ്ങളും ചെലവഴിക്കപ്പെടുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വാസ്തവത്തിൽ അത് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിച്ചാൽ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആരോഗ്യം, എൻ്റെ പണം, എനിക്കുള്ളതെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ ജോലിക്ക് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു. പക്ഷേ ആ ചെലവഴിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ അതിനെനിക്ക് തിരിച്ച് ഒരു റിസൾട്ട് ഉണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, ഞാനൊരു യാഥാർത്ഥ്യം പറയാം. ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന് സമയം കൊടുക്കാതെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിനും കുടുംബത്തിനും തൻ്റെ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം ജീവിച്ചവർ വേദനയോടെ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്, അതെല്ലാം എനിക്ക് നഷ്ടമായിപ്പോയി, ഇപ്പോഴെനിക്ക് ആരുമില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇന്ന് ലോകത്തിൽ എല്ലായിടത്തും നിങ്ങൾ അറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, മനുഷ്യൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനുഭവമാണ്. സഹായിക്കാൻ ആരുമില്ല. കാര്യമെന്താ? അവർക്ക് എല്ലാം ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബം, കുഞ്ഞുങ്ങൾ, പ്രിയമുള്ളവർ വരെ ഉപേക്ഷിക്കുകയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്, അല്ലേ? അവർ കരുതിയത്, ആരോഗ്യമുള്ളപ്പോൾ അവർ കരുതിയത്, ജീവിച്ചത് അവർക്ക് വേണ്ടിയാണ്. പക്ഷേ അവർ തന്നെ, ആ മക്കൾ തന്നെ, കുടുംബം തന്നെ പലരെയും ഉപേക്ഷിക്കുക. നാട്ടിൽ വളർന്നു വരുന്ന അനാഥാലയങ്ങളും ഒക്കെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടുത്തെ വൃദ്ധസദനങ്ങളും ഒക്കെ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ ഒറ്റയ്ക്കായിപ്പോയി. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ അനുസരിക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതെ, ദൈവത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാതെ, സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും തൻ്റെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാത്രമായ ഒരു ജീവിതം നയിച്ചതുകൊണ്ട് അവർക്ക് തിരിച്ചു കിട്ടിയത് ഇങ്ങനെയുള്ള അവസ്ഥയാണെന്ന് അനേകർ സാക്ഷ്യം പറയാനിടയാം. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, കുടുംബം വളരെ പ്രധാനമാണ്, കുഞ്ഞുങ്ങൾ പ്രധാനമാണ്, നമ്മുടെ ജോലി പ്രധാനമാണ്, നമുക്കുള്ളതെല്ലാം പ്രധാനമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ദൈവത്തിന് വേണ്ടി, ആത്മീയ വിഷയത്തിന് വേണ്ടി, ആത്മാവിന് വേണ്ടി കരുതുവാൻ കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കണം. ദൈവത്തിന് വേണ്ടി നഷ്ടം സഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചിലവായി പോകുവാൻ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആയുസ്സും മാറ്റിവെച്ചില്ല എങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിച്ചാൽ ഒരു പക്ഷേ അതിനുള്ള മറുപടി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ലഭിച്ചെന്ന് വരികയില്ല. നിങ്ങളുടെ കരിയറിന് വേണ്ടി, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ ചിലവഴിച്ചത് ഒരു പക്ഷേ നഷ്ടമായി തീരും. പക്ഷേ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും, ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡും ദൈവത്തിന് വളരെ പ്രധാനമാണ്. അതിന് ദൈവം നിങ്ങളെ പ്രതിഫലം നൽകി മാനിക്കുമെന്നുള്ളത് വേദപുസ്തക സത്യമാണ്. പ്രിയപ്പെട്ടവരെ, പല ആളുകളും അവർക്ക് സന്തോഷം തരാത്ത, സമൃദ്ധി തരാത്ത, അവർക്ക് നിത്യമായ ഒരു ആനന്ദം തരാത്ത, ഒരു സമാധാനം തരാത്ത അനുഭവങ്ങൾക്ക് വേണ്ടി ചെലവിട്ട് അവരുടെ ജീവിതം തകർത്തിട്ട് അവസാനം അവർ പറയാം, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് തിരിച്ചു കിട്ടിയില്ല, ഞാൻ കൊടുത്ത സ്നേഹം പോലെ എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടിയില്ല, ഞാൻ കൊടുത്ത കരുതൽ പോലെ എന്നെ കരുതാൻ ആളില്ല. സത്യമായിട്ടും ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ
ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന് സമയം കൊടുക്കൂ, ദൈവത്തിന് സന്നിധിയിൽ സമയം ചെലവഴിക്കൂ, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് നഷ്ടം വരുത്തൂ. അല്ലേ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി കുറച്ച് നഷ്ടം സഹിക്കൂ. ലോകത്തിന് വേണ്ടി സഹിച്ചില്ലേ, കുടുംബത്തിന് വേണ്ടി ഒരുപാട് നഷ്ടം സഹിച്ചില്ലേ? കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ആത്മീയ കാര്യങ്ങൾക്ക് നിങ്ങൾ നഷ്ടമാക്കുന്ന ഓരോ മിനിറ്റും, നിങ്ങൾ നഷ്ടമാക്കുന്ന നിങ്ങളുടെ ആരോഗ്യം, ആത്മീയ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന നിങ്ങളുടെ പണം, ഇതിനെല്ലാം പ്രതിഫലം നൽകി, അല്ലെ, നിത്യതയിലും പ്രതിഫലം നൽകി മാനിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കുവാൻ നമുക്ക് ചിലതുണ്ടായിരിക്കണം. ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കുന്നതൊന്നും നഷ്ടമല്ല, അതൊരു വലിയ വെളിപ്പാടാണ്. ലോകത്തുള്ളവർക്കറിയില്ല, ലോകത്തുള്ളവർ പറയും ഇത് വലിയ നഷ്ടമാണ്. പക്ഷേ ആത്മീയർക്കറിയാം, കർത്താവിന് വേണ്ടി ചിലവഴിക്കുന്നതെല്ലാം നഷ്ടമല്ല, അത് ലാഭമാണ്. അതുകൊണ്ട് ലോകത്തിന് വേണ്ടി സമാധാനം തരാത്ത, സംതൃപ്തി തരാത്ത, പൂർണ്ണമായി തൃപ്തി തരാത്ത ഒന്നിനു വേണ്ടിയും നിങ്ങളുടെ ആയുസ് ചെലവിടരുത്. വേദപുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരാത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നതെന്ത്? കണ്ടോ, ആഗ്രഹിക്കുന്ന പോലുള്ള തൃപ്തി നിങ്ങളുടെ ഈ പറയുന്ന ഭൗതിക കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരില്ല. ശൂന്യതയാണ് ബാക്കിയുള്ളത്. പകരം ദൈവത്തിന് മാത്രമേ നിങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നിങ്ങളെ പൂർണ്ണമായി, അല്ലേ, സമാധാനപ്പെടുത്തുവാൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വസ്ഥത തരുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾക്ക് സമയമുണ്ടായിരിക്കണം. ഈ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് ജീവിതമുണ്ടായിരിക്കണം. ഈ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങളുടെ ആയുസ് ബാക്കിയുണ്ടാകണം. ഇല്ലാതെ, ദൈവത്തിന് വേണ്ടി ഇല്ലാതെ, ലോകത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി മാത്രമായുള്ള ഓട്ടം നിരാശയിൽ നിങ്ങളെ എത്തിക്കുമെന്ന യാഥാർത്ഥ്യം തുറന്നു പറയുവാൻ ഞാൻ തയ്യാറാകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം കുടുംബം വേണ്ടെന്നോ കുഞ്ഞുങ്ങളെ നോക്കണ്ടെന്നോ കാര്യങ്ങളൊന്നുമല്ല. പകരം എല്ലാത്തിനും സമയം വേണം. പക്ഷേ എല്ലാത്തിലുപരിയായി ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ചാട്ടെ. പല ആളുകളും പ്രാർത്ഥിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നതൊക്കെ നഷ്ടമാണെന്ന് ചിന്തിക്കുന്നവരാണ്. പക്ഷേ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല. ആളുകൾക്ക് തോന്നും ഇതൊരു വെറും പ്രവൃത്തി, എന്തിനാണ് ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, വെറുതെ സമയം കളയുന്നത്, അല്ലേ? അങ്ങനെയല്ല തിരുവെഴുത്ത് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഈ പ്രാർത്ഥനയിലൂടെയാണ് നാം ദൈവത്തെ സേവിച്ച് ആരാധിക്കുവാൻ പഠിക്കുന്ന, ദൈവത്തോടുള്ള ബന്ധം വളരുന്നത്, കൂട്ടായ്മ വളരുന്നത്. അപ്പോൾ ആത്മീയ കാര്യത്തിനും പ്രാർത്ഥനയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കും ബന്ധം കൊടുക്കാതെ ലോകത്തിന് വേണ്ടിയും മനുഷ്യന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മാത്രമായി ജീവിക്കുമ്പോൾ ഒടുവിൽ അവരാരും തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയണം. വേദപുസ്തകത്തിലെ വളരെ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അത് ഇയ്യോബിൻ്റെ ഭാര്യയുടെ കാര്യമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാ സമൃദ്ധിയും ഉണ്ടായപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അവനൊരു തകർച്ച വന്നപ്പോൾ അവൻ്റെ ഭാര്യയെ പോലും പറയുകയാണ്, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് മരിച്ചു കളയാൻ പറയുക. നോക്കണേ, ബന്ധങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പ്രിയമുള്ളവരെ. ഒരു പ്രതിസന്ധി വന്നാൽ, ഒരു കഷ്ടം വന്നാൽ, ജീവിതത്തിൽ അല്ലെ വലിയൊരു പ്രശ്നത്തിലേക്ക് നീ പോയാൽ പിന്നെ അവിടെയൊക്കെ ബന്ധങ്ങൾ മുറിയാൻ തുടങ്ങും. വളരെ ചുരുക്കം ബന്ധങ്ങൾ മാത്രമേ അത്തരം മേഖലകളിൽ പിന്നെ നിൽക്കുന്നുള്ളൂ. അത്രയ്ക്ക് ദൈവസ്നേഹമുള്ള ആത്മീയ കൃപയുള്ളവർ മാത്രമേ ഇങ്ങനെ സഹിക്കൂ. ഈ ദൈവകൃപയില്ലാത്ത, ദൈവസ്നേഹം അകത്തില്ലാത്തടത്തൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമുക്കൊരു വീഴ്ച വന്നാൽ, തകർച്ച വന്നാൽ കൂടെ ആരും കാണാത്ത അവസ്ഥ. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ കർത്താവിന് നിങ്ങളുടെ സമയം കൊടുത്താൽ, ഈ കർത്താവിനോട് ചേർന്ന കൂട്ടായ്മയ്ക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്താൽ, ആത്മീയ വിഷയത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്താൽ, നിങ്ങളുടെ ഓട്ടവും അധ്വാനവും ഒക്കെ മാറ്റിവെച്ചിട്ട് അതിനപ്പുറമായി ദൈവത്തെ സേവിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം പറയുന്നതില്ല മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ സമയവും വർദ്ധിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും കൈവിട്ടാലും കർത്താവ് നിങ്ങളെ കൈവിട്ടില്ല. നരച്ചാലും ചുമക്കാമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, എല്ലാവരും എന്നെ കൈവിട്ടുപോയി, പക്ഷേ കർത്താവ് എനിക്ക് തുണ നിന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ദൈവം. ദൈവം നമ്മെ കൈവിടത്തില്ല. അവന് കൊടുക്കുന്ന ഒരു കാര്യത്തിനും നഷ്ടമുണ്ടാകത്തില്ല. തിരുവെഴുത്ത് പറയുന്നത് പോലെ അവിടുന്ന് സകലത്തിനും മറുപടി തരുന്ന ദൈവമാണ്. അവിടുന്ന് സകലത്തെയും കണ്ട് അറിഞ്ഞ് അംഗീകരിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം ആർക്കും കടക്കാരനല്ല. തിരുവെഴുത്ത് പറയുന്നത് അവന് വേണ്ടി ചെലവഴിക്കുന്ന പണം നഷ്ടമല്ല, അല്ലേ? ഈ എളിയ സഹോദരൻ ഒരുത്തന് ഒരു തുടം തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ അതിനും കൂടെ പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അത്ര നിശ്ചയമായിട്ട് ഉറപ്പാണ്. ഈ ദൈവത്തിന് കൊടുക്കുന്ന സമയം, ഈ ദൈവത്തിന് കൊടുക്കുന്ന ആരോഗ്യം, ഈ ദൈവത്തിന് കൊടുക്കുന്നത് ഒന്നും നഷ്ടമല്ല. അത് എത്രയോ ഇരട്ടിയായി ദൈവം നമുക്ക് തരും. നിത്യതയിൽ നമുക്ക് പ്രതിഫലം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ ദൈവത്തിന് കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ സമയം ഉണ്ടായിരിക്കണം. ദൈവത്തിന് വേണ്ടി ചില നഷ്ടങ്ങൾ സഹിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നാം നഷ്ടം സഹിക്കണം. അതാ എൻ്റെ ഈ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ. ദൈവത്തിന് വേണ്ടി
നഷ്ടം, അല്ലെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടം നമ്മൾ സഹിക്കുവാൻ തയ്യാറാകണം. അതൊരു നഷ്ടമല്ല, ലോകം പറയും നഷ്ടമാണ്, പ്രാർത്ഥിക്കുന്ന നഷ്ടമാണെന്ന് ലോകം പറയും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവവേദനറിയാം, ആ പ്രാർത്ഥനയിലൂടെ നാം പ്രാപിച്ച കരുത്താണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതികൂലങ്ങളിൽ നമ്മെ നിർത്തുന്നത് ആ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ വിശ്വാസം വളരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരാധിക്കുന്നത് നഷ്ടമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരാധനയിൽ നാം ദൈവമഹത്വം അറിയുകയാണ്. ആരാധനയിൽ ദൈവിക വിടുതൽ നമ്മൾ പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധനയിലൂടെ നാം പ്രാപിക്കുന്ന ദൈവമഹത്വവും ദൈവിക വിടുതലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് പറയുന്നത്. ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ആരാധന നഷ്ടമല്ല, പ്രാർത്ഥന നഷ്ടമല്ല. അതിനുവേണ്ടി നീ മുടക്കുന്ന സമയം, അതിനുവേണ്ടി നിൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നത്, ഇതൊന്നും നഷ്ടമല്ല. അങ്ങനെ ചിലവാക്കുവാൻ നമുക്കുണ്ടാകണം. അങ്ങനെ ദൈവസന്നിധിയിൽ ചിലവഴിക്കാൻ സമയം ഉണ്ടാകണം. ഇല്ലെങ്കിലാണ് നമുക്ക് നഷ്ടം വരാൻ പോകുന്നതെന്ന് നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. വചനം ധ്യാനിക്കുന്നത് നഷ്ടമാണോ? ഒരിക്കലുമല്ല. ദൈവവചനം കേൾക്കുന്നത് നഷ്ടമാണോ? ഈ വീഡിയോ കേൾക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയം നഷ്ടമല്ല. കാരണം ഇത് നിങ്ങളുടെ ആത്മജീവിതത്തെ വളർത്തുന്നതാണ്. ഈ തിരുവെഴുത്ത് നിങ്ങൾക്ക് ദിശാബോധം നൽകുന്നതാണ്. ഈ തിരുവെഴുത്തിൻ്റെ കേൾവി നിങ്ങളുടെ ജീവിതത്തെ ആത്മീകമായി ബലപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യം പ്രദാനം ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്. ദൈവശബ്ദം നിങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവശബ്ദം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വചന കേൾവിക്കായിട്ടുള്ള സമയം വേർതിരിക്കുന്നതൊന്നും നഷ്ടമല്ല, അത് ലാഭമാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി നഷ്ടം സഹിക്കണം. വചനം കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നതൊക്കെ നഷ്ടമാണെന്ന് ആരും പറയട്ടെ. പക്ഷേ ആ നഷ്ടം സഹിക്കാൻ നിനക്ക് തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ അറിയണം. ഒരു യാഥാർത്ഥ്യം കൂടെ ഞാൻ പറയാം. ആയിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ കർത്താവിന് വേണ്ടി നഷ്ടം സഹിച്ചവരാണ്. ഈ കർത്താവിന് വേണ്ടി നഷ്ടം സഹിക്കാൻ ആയിരക്കണക്കിന് മനുഷ്യർ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് നാം കർത്താവിനെ അറിയുവാനിടയായിത്തീർന്നത്. സ്തോത്രം. ഈ സുവിശേഷം ലോകത്തിന് പങ്കുവെക്കുവാനായി പ്രൈസ് ദി ലോർഡ് ശിഷ്യന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. അവരുടെ ജീവിതം ത്യാഗപൂർണ്ണമായ ജീവിതം. എന്ത് നഷ്ടം അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ അവർക്കുണ്ടായി. അല്ലേ, അവരെ വിളിക്കുമ്പോൾ തന്നെ അവരുടെ ഉപജീവനത്തിൻ്റെ മാർഗ്ഗം അവിടെ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നു. അല്ലേ, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെട്ടു. സമൂഹത്തിലെ അംഗീകാരം നഷ്ടപ്പെട്ടു. ഒരുപാട് നഷ്ടം സഹിച്ചാണ് അവർ സുവിശേഷത്തിൻ്റെ ആരായി മാറിയത്. അനേക സ്ഥലങ്ങളിൽ ഒത്തിരി പീഡനങ്ങളുടെയും കഷ്ടങ്ങളുടെയും വേദനകളുടെയും ദുരിതങ്ങളുടെയും നടുവിലാണ് അവർ ഈ സുവിശേഷം പങ്കുവെച്ചത്. അവരിൽ മിക്കപേരുടെയും ജീവൻ ഈ സുവിശേഷത്തിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ ജീവൻ നഷ്ടമായി. തിരുവെഴുത്ത് പറയുന്നത് തൻ്റെ ജീവനെ നഷ്ടമാക്കുന്നവൻ അതിനെ നേടുമെന്ന്. ഈ കർത്താവിന് വേണ്ടിയാണ് അവർ ഈ ജീവനൊക്കെ നഷ്ടമാക്കിയത്. പക്ഷേ അതൊന്നും നഷ്ടമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അനേകർ വില കൊടുത്തത് കൊണ്ടാണ് നമ്മളിന്നിവിടെ ഈ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പ്രാർത്ഥനയ്ക്ക് അനേകർ സമയം കൊടുക്കുന്നത് കൊണ്ടാണ് ദൈവം അനേകരെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനേകരുടെ പ്രാർത്ഥനയല്ലേ നാം നിലനിൽക്കുന്നതിന് കാരണം? കണ്ണുനീരോടെ അനേക മാതാപിതാക്കൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമല്ലേ അനേക കുഞ്ഞുങ്ങളെ കർത്താവിനെ കാണുവാനിടയായത്? അവരുടെ കണ്ണുനീരിൻ്റെ വിലയാണ്, അവരുടെ പ്രാർത്ഥനയുടെ വിലയാണ്. അതിനവർ കൊടുത്ത ആ ഒരു സമയം, അതിനുവേണ്ടി അവർ എടുത്ത ആ ഒരു വലിയ എഫേർട്ടിന്, അവരതിനു വേണ്ടി കൊടുത്ത വില അതെത്ര വലുതാണ്. എത്രയോ നാളുകൾ, എത്രയോ ദിവസങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെട്ടത്, അനേകയിടത്ത് അത്ഭുതങ്ങൾ നടന്നത്, അനേക പട്ടണങ്ങൾ വിടുവിക്കപ്പെടുവാനിടയായത്. പ്രിയപ്പെട്ടവരെ, വില കൊടുത്ത, നഷ്ടം സഹിച്ച, ലോകപ്രകാരമായി നഷ്ടം, ലോകത്തിൻ്റെ കണ്ണിൽ നഷ്ടം ദൈവത്തിന് വേണ്ടി സഹിച്ച അനേകായിരങ്ങളുണ്ട്. അവരുടെ നഷ്ടത്തിൻ്റെ ആ സഹനമാണ് ഇന്ന് അനേകർ അനുഗ്രഹിക്കപ്പെടുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അനേകർ നമുക്ക് വേണ്ടി നഷ്ടം സഹിച്ചതുകൊണ്ടാണ് നമ്മളിന്ന് വിജയകരമായി നിൽക്കുന്നത്. ഒരു കാര്യം ഇവിടെ പറയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നഷ്ടം സഹിച്ച ഒരാൾ നമ്മുടെ കർത്താവായ യേശുവാണ്. എന്താണ് കർത്താവിൻ്റെ കഷ്ടം? നമുക്കറിയാം. തിരുവെഴുത്ത് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിക്കുവാൻ, മനുഷ്യൻ്റെ പാപത്തിൽ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രന് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. ദാസരൂപമെടുക്കേണ്ടി വന്നു.
മനുഷ്യ സാദൃശ്യത്തിലാകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നു. അല്ലേ, അവിടെ പറയുന്നു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്ത് ത്യാഗം കർത്താവ് അനുഭവിച്ചു. ഈ ത്യാഗത്തിൻ്റെ ഫലമല്ലേ നമ്മളിന്ന് വിശ്വാസികളായി, ദൈവമക്കളായി, ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അനേകർ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്, അനേകർ അവരുടെ സമയം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ്, അനേകർ പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിച്ചത് കൊണ്ടാണ്, അനേകർ ഈ വചനം നമ്മുടെ കൈകളിൽ എത്തിക്കുവാൻ ക്ഷീണം പരിശ്രമിച്ചത് കൊണ്ടാണ് നാം ഈ ദൈവത്തെ അറിയുവാനിടയായത്. ഞാൻ ആ ചരിത്രമെല്ലാം പറയുന്നില്ല. വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിലിരിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ശ്രേഷ്ഠന്മാരായ മനുഷ്യരുടെ ത്യാഗപൂർണ്ണമായ ജീവിതത്തെ നാം അനുസ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ത്യാഗപൂർണ്ണമായ വില കൊടുത്തുള്ള ജീവിതമാണ്, നഷ്ടം സഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ആത്മജീവിതത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കാരണം. ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ, കർത്താവിൻ്റെ മക്കളാണെങ്കിൽ, നിങ്ങൾ ജീവിതത്തിൽ നഷ്ടം സഹിക്കുവാൻ, കർത്താവിന് വേണ്ടി ചിലത് സഹിക്കുവാൻ തയ്യാറാകണം. ചില നഷ്ടങ്ങൾ സഹിക്കുവാൻ തയ്യാറാകണം. അത് തയ്യാറാകുവാൻ ഇങ്ങനെ വെറുതെ ഞാൻ ഈ പറയുന്നത് കൊണ്ട് സഹിക്കാൻ ആർക്കും പറ്റില്ല. അതിന് ധൈര്യം വേണം. കാരണം നഷ്ടമാണ്. ആ നഷ്ടം സഹിക്കുന്നതിന് ഒരു ധൈര്യം വേണം. എന്താണ് എബ്രായ വിശ്വാസികളുടെ ധൈര്യം? ഞങ്ങൾക്കുള്ള സമ്പത്തെല്ലാം പോയാലും സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്തുണ്ട്. അതാണ് അവരുടെ ധൈര്യം. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടമായാലും, ആരൊക്കെ വിട്ടുപോയാലും, എന്ത് നഷ്ടങ്ങൾ വന്നാലും, ബന്ധങ്ങളുടെ നഷ്ടമുണ്ടായാലും, പണത്തിന് നഷ്ടമുണ്ടായാലും, ആരോഗ്യത്തിന് നഷ്ടമുണ്ടായാലും, സമയത്തിന് നഷ്ടമുണ്ടായാലും, അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്, നഷ്ടം നികത്തിത്തരുന്ന ഒരു ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പാണ് നമ്മുടെ ആത്മധൈര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ആ തിരുവെഴുത്ത് വായിച്ചത്, കർത്താവ് ഇങ്ങനെ നഷ്ടം സഹിച്ച്, ത്യാഗം സഹിച്ച്, ക്രൂശിലെ മരണത്തോളം, അല്ലേ, തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു. എന്താ സംഭവിച്ചത്? 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. നാം ഇങ്ങനെ വായിക്കുന്നത്. അതുകൊണ്ട് 9-ാം വാക്യം, ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ത്യാഗപൂർണമായ ആ ജീവിതത്തിന്, കർത്താവിൻ്റെ ആ വില കൊടുത്തതിന്, കർത്താവ് വില കൊടുത്ത് നമുക്ക് വേണ്ടി മരിച്ചതിന് വചനം പറയുന്നു, പിതാവിനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അവൻ്റെ നാമത്തെങ്കിൽ യേശുക്രിസ്തു കർത്താവെന്ന് എല്ലാവരും ഏറ്റുപറയത്തക്കവണ്ണം പിതാവായ ദൈവത്തിൻ്റെ മഹത്വനായി ഏറ്റുപറയേണ്ടി വരുന്ന ഒരു ദിവസം വരുന്നു. എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. ത്യാഗം സഹിച്ചാൽ, നഷ്ടം സഹിച്ചാൽ അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന ഒരു ദൈവത്തെയാണ് നാം വായിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി അക്ഷീണമായി കെട്ടുപണി ചെയ്ത, സമ്പത്ത് ചെലവഴിച്ചവർ ഒത്തിരി പേര് നമ്മുടെ ലോകത്തുണ്ട്. അവരുടെ ത്യാഗപൂർണമായ സമർപ്പണത്തിൻ്റെയും അവരുടെ ആ നഷ്ടമാക്കലിൻ്റെയും, അവർ നഷ്ടമാക്കി, അവരുടെ പണത്തെ നഷ്ടമാക്കി. ലോകപ്രകാരമാണ് ഞാനീ പറഞ്ഞത്. ദൈവസന്നിധിയിൽ അത് ലാഭമാണ്. പക്ഷേ ലോകം നോക്കുമ്പോൾ ഇവരെന്ത് മണ്ടന്മാരാണ്, അല്ലേ? പക്ഷേ ദൈവം അവരിലൂടെ പ്രവർത്തിക്കുകയായിരുന്നു. അവർ ലോകത്തിൻ്റെ ദൃഷ്ടിയിലല്ല കാര്യങ്ങളെ കണ്ടത്, ലോകം കാണുന്നത് പോലെ അല്ല കണ്ടത്. പല ആളുകളും ഇതെല്ലാം ലോകം കാണുന്നത് പോലെ കാണുന്നത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ വരുന്നത്. ലോകം കാണുന്നത് പോലെ ഈ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് ആരാധിക്കാൻ സമയമില്ലാതെ വരുന്നത്. ലോകം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് വചനം വായിക്കാൻ സമയമെടുക്കാത്തത്. ലോകം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആത്മീയ അനുഭവങ്ങളിൽ താല്പര്യം കുറയുന്നത്. പക്ഷേ ആത്മീയ കാഴ്ചപ്പാടിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതെല്ലാം എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് ലാഭമാണെന്ന വെളിപ്പാട് അവർക്ക് ലഭിക്കും. അത് നിത്യതയിൽ നിലനിൽക്കുന്ന അനുഗ്രഹമാണെന്ന് അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ അവർ ധൈര്യപൂർവ്വം നഷ്ടം സഹിക്കാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് കൊരിന്തിലുള്ള സഭയിലുണ്ടായ ചില വ്യവഹാരങ്ങളോടുള്ള ബന്ധത്തിൽ സഭയെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ, പ്രിയപ്പെട്ട കൊരിന്ത്യരോട് പറയുകയാണ്, നിങ്ങൾ തമ്മിൽ വ്യവഹാരം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ, അല്ലേ, അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ നഷ്ടം സഹിക്കണം. ആ വാക്യം മാത്രം, ഒരു വാക്യം മാത്രം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായികയാകുന്നു. 7-ാം വാക്യമാണ്. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്? നഷ്ടമേറ്റുകൊള്ളാഞ്ഞത് എന്ത്? കണ്ടോ?
നമ്മളൊന്ന് തോറ്റാൽ, നമ്മളൊന്ന് നഷ്ടം സഹിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഒരു വലിയ പ്രതിസന്ധി ഒഴിവാകുകയാണ്. പല ആളുകളും അതിന് തയ്യാറല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അല്ലേ? സമ്മതിക്കുവാൻ തയ്യാറല്ല, ഒന്ന് മാറുവാൻ തയ്യാറല്ല. എല്ലാവർക്കും ജയിക്കണം, എല്ലാവർക്കും മുമ്പിൽ വരണം. ഈ മനോഭാവം വളരെ തെറ്റാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, എല്ലാവരും അവനവൻ്റെ കാര്യമാണ് കഴിയുന്നത്, യേശുക്രിസ്തുവിൻ്റെ കാര്യം ആരും നോക്കുന്നില്ല എന്ന് ഫിലിപ്പി ലേഖനത്തിൽ പൗലോസിൻ്റെ പരാമർശമുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കരുതി വിട്ടുകൊടുക്കുവാനും നഷ്ടം സഹിക്കുവാനുമുള്ള ഒരു ധൈര്യം ആത്മീകനുണ്ടെങ്കിൽ അവരെ ദൈവം ഉയർത്തും. ഞാനൊരു പഴയ നിയമത്തിൽ ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അബ്രഹാമും ലോത്തും, അബ്രഹാമിൻ്റെ പുറകെ ലോത്തും കൂടെ വന്നു. അവരൊരുമിച്ച് കനാൻ നാട് ലക്ഷ്യമാക്കി പോകുന്നതിനിടയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം അവരെ ദൈവം ധാരാളമായി ആടുമാടുകളെയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആടുമാടുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്ക് അബ്രഹാം അറിഞ്ഞു. അബ്രഹാം പറഞ്ഞു, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകരുത്, നമ്മുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല. കാരണം ചുറ്റുപാടും ജാതികൾ, കനാന്യരും പെരിസ്യരും ഒക്കെ താമസിക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവരറിയുന്നത് മോശമാണ്. അബ്രഹാം ഒരു സജഷൻ വെച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്കിനി രണ്ടായിട്ട് പിരിയാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ദേശമൊക്കെ നിൻ്റെ മുമ്പിലിരിക്കുന്നു, നോക്കിയെടുത്തുകൊള്ളുക. അബ്രഹാമിൻ്റെ ആ മനസ്സ് നോക്കി. അബ്രഹാമിന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, ഞാൻ ഇന്ന ഭാഗം തിരഞ്ഞെടുക്കുന്നു, നീ ബാക്കി പൊയ്ക്കോ, ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകൂ, നീ ഇതെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ലോത്ത് എടുക്കും. കാരണം അബ്രഹാമിൻ്റെ മുമ്പിൽ ലോത്തിനൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇതാ, തിരഞ്ഞെടുക്കാൻ കഴിവുള്ളവൻ, അധികാരമുള്ള അബ്രഹാം തിരഞ്ഞെടുപ്പിനുള്ള അവസരം ലോത്തിന് കൊടുക്കുകയാണ്. ലോത്ത് ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചു എന്ന് നമുക്ക് വേണേൽ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പറഞ്ഞാൽ അവൻ ഏറ്റവും മിടുക്കനാണെന്ന് നമുക്ക് തോന്നും. അവിടെ മിടുക്കോടെ അവൻ നോക്കിയപ്പോഴത്തേക്ക് യോർദാൻ അരികെയുള്ള സ്ഥലമൊക്കെ നീരോട്ടമുള്ളത് കണ്ടു എന്ന് നാം വചനം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന കാര്യം. ഇത് ലോത്ത് തിരഞ്ഞെടുത്തു. യോർദാൻ അരികെ നീരോട്ടമുള്ള സ്ഥലമെല്ലാം അവൻ തിരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞു. ലോത്ത് ഇങ്ങനെ കൂടാരം മാറ്റി അടിച്ചടിച്ച് സോദോമിൽ ചെന്ന് പാർത്തു എന്ന് നാം വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോത്ത് ഏറ്റവും നല്ല നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ആടുമാടുകളെ വളർത്തുന്നവരാണ്. അബ്രഹാമിന് പിന്നെ മരുഭൂമിയാണ് പ്രധാനമായി ശേഷിക്കുന്നത്. നീരോട്ടമുള്ളതെല്ലാം, യോർദാനരികെയുള്ള നീരോട്ടമുള്ളതെല്ലാം ലോത്ത് തിരഞ്ഞെടുത്തു. അബ്രഹാം ഇങ്ങനെ ഇരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അബ്രഹാമിന് എന്താ അബ്രഹാമിൻ്റെ മനസ്സിലൂടെ പോയതെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, അബ്രഹാമിനൊരു ഉറപ്പുണ്ട്, എന്നെ വിളിച്ചത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ലോകത്തെല്ലാം കൊണ്ടുപോയാലും എല്ലാം തിരഞ്ഞെടുത്താലും എൻ്റെ ദൈവം എന്നെ മാനിക്കുമെന്നുള്ള ഉറപ്പ് അബ്രഹാമിൻ്റെ അകത്തുള്ളത് കൊണ്ട് അബ്രഹാം അതിൽ വിഷമിച്ചില്ല. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ലോത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം വരികയാണ്. യഹോവയായ ദൈവം വന്ന് അബ്രഹാമിനോട് സംസാരിക്കുക. അബ്രഹാമേ, നീ തലപൊക്കി നോക്കുക, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാം നീ നോക്കുക. നീ നോക്കി കാണുന്ന ഈ സ്ഥലമെല്ലാം നിനക്കും നിൻ്റെ സന്തതിക്കും ഞാൻ അവകാശമായി തരും. പ്രൈസ് ദി ലോർഡ്. ഈ അബ്രഹാമിന് ഈ മരുഭൂമി ദൈവം അവകാശമായി കൊടുത്തു. ഈ മരുഭൂമിയുടെ അവസ്ഥയെ ദൈവം മാറ്റി. ദൈവം അവന് മാത്രമല്ല അവൻ്റെ തലമുറയ്ക്കും അനുഗ്രഹമാക്കി മാറ്റി. മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിച്ചു നൽകുന്നത് ആളുകളുടെ മുമ്പിൽ ഒരു പക്ഷേ ന്യൂനതയുള്ളതായി കുറവുള്ളൂ. ഈ മരുഭൂമിയാണോ ദൈവം തന്നതെന്നൊക്കെ പറയാം. പക്ഷേ അതേ മരുഭൂമിയെ അനുഗ്രഹിക്കുവാൻ, അതിനെ മാന്യതയുള്ളതാക്കി മാറ്റാൻ, അതിനകത്തൊരു അനുഗ്രഹം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആ കാര്യങ്ങളൊക്കെ സത്യമായി നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്വയം തിരഞ്ഞെടുപ്പിലൂടെ ബുദ്ധിമാനെന്ന് കരുതി, അല്ലേ, എൻ്റെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഞാനിതൊക്കെ നേടിയെന്ന് പറഞ്ഞ ലോത്തിനെ നോക്കിക്കൂ. ലോത്ത് പോയി പാർത്തത് സോദോമിലാണ്. നാം വചനം വായിക്കുന്നത്, സോദോമിലെ ആളുകൾ മഹാപാപികളായിരുന്നു. അവർ ദൈവത്തിൻ്റെ കോപം ഏറ്റെടുക്കുവാൻ യോഗ്യരായ മനുഷ്യരായിരുന്നു. അവർ പാപികളായിരുന്നു എന്ന് നാം വായിക്കുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാ ലോത്ത് തിരഞ്ഞെടുത്ത സോദോമിലേക്ക് ദൈവത്തിൻ്റെ തീയ സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. ലോത്ത് സ്വയം തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കരുതിയ മനുഷ്യൻ്റെ ജീവിതം തകരുകയാണ്. അവൻ്റെ ഭാര്യ പുറകോട്ട് നോക്കി ഉപ്പുതൂണായി പോവുകയാണ്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങൾ എനിക്ക് വർണ്ണിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, സ്വയം തിരഞ്ഞെടുപ്പ് വലിയ അപകടമാണ്.
നമ്മുടെ കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഒന്നും നേടിയെടുക്കുവാനോ അത് ശാശ്വതമായി നിലനിർത്തുവാനോ കഴിയില്ല. ദൈവം അനുഗ്രഹിച്ച് നൽകുന്നതാണ് നിലനിൽക്കുന്നതെന്ന് ഇന്ന് നിങ്ങൾ ഈ ദൂതിലൂടെ മനസ്സിലാക്കണം. അബ്രഹാമിന് ദൈവം അനുഗ്രഹിച്ച് നൽകിയത് അവനും അവൻ്റെ തലമുറയ്ക്കും ശാശ്വത അവകാശമായി ലഭിക്കാനിടയായി തീർന്നു. അബ്രഹാമിനെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത്, ലോത്ത് പോയി കഴിഞ്ഞപ്പോൾ അബ്രഹാം ഹെബ്രോനിൽ വന്ന് പാർത്തു. ഹെബ്രോൻ എന്ന പേരിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്ന. ദൈവമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു അബ്രഹാമിന് പ്രധാനമായിരുന്നത്. അല്ലാതെ നീരോട്ടമുള്ള സ്ഥലം തേടിപ്പോകുന്നതല്ലായിരുന്നു അബ്രഹാമിൻ്റെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവത്തെയും വിളിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവമായിട്ടുള്ള കൂട്ടായ്മയൊക്കെ മാറ്റിവെച്ചിട്ട് ലോത്തിനെ പോലെ നീരോട്ടമുള്ളത് തേടിപ്പോകുന്നവരാണ് മനുഷ്യരിലൊരു നല്ല വിഭാഗം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, ഇങ്ങനെ നീരോട്ടമുള്ളത് തേടിപ്പോകുന്ന, ദൈവത്തെ ഉപേക്ഷിച്ച് ആത്മീയ കൂട്ടായ്മ ഉപേക്ഷിച്ച് തേടിപ്പോകുന്നത് നന്മയല്ല, അതൊരു അനർത്ഥമാണ്, അതൊരു വലിയ ശാപമായി മാറുമെന്ന് ലോത്തിൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ലോത്തിൻ്റെ വീട്ടിലേക്ക്, ലോത്ത് പാർത്തിരുന്ന സോദോമിലേക്ക് അഗ്നി അയക്കുമ്പോൾ, സ്വർഗത്തിലും തീ വരുമ്പോൾ, ഇവിടെ ഇതാ അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ദൂതന്മാർ വരികയാണ്. അവിടെ വരുന്നത് അവനുള്ള ചിരി, അവനുള്ള സന്തോഷം, അവനുള്ള വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ ലോത്തെല്ലാം മേടിച്ചുകൊണ്ട് പോയി നീരോട്ടമുള്ളതെല്ലാം തിരഞ്ഞെടുത്തപ്പോൾ നോക്കി അബ്രഹാം ഒരു മണ്ടനാണെന്ന് ആളുകൾ ചിന്തിച്ചേക്കാം. അബ്രഹാം മണ്ടനല്ല. അബ്രഹാമിനെ മാനിക്കുന്ന ദൈവമുണ്ട്. ചിലതൊക്കെ വിട്ടുകൊടുക്കുമ്പോൾ, ചിലതൊക്കെ വേണ്ടെന്ന് വെക്കുമ്പോൾ ആളുകൾ ഒരുപക്ഷെ നമ്മളെ മണ്ടന്മാരെന്ന് പറയും. പക്ഷേ നീ മണ്ടനല്ല. നീ ആ ദൈവഹിതപ്രകാരമാണ്, ദൈവമാണ് അത് ചെയ്യുവാനുള്ള കൃപ നിനക്ക് തന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ് നീ ആ ത്യാഗം സഹിച്ചതെങ്കിൽ, ആ നഷ്ടം സഹിച്ചതെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ ആദരിക്കുമെന്നുള്ളത് തിരുവെഴുത്തിലെ സത്യമാണ്. അബ്രഹാമിൻ്റെ ജീവിതകഥ അതാണ് പഠിപ്പിക്കുന്നത്. അബ്രഹാമിന് കൂട്ടായ്മ വലുതായിരുന്നു, ആത്മീയത വലുതായിരുന്നു. നാം അതിനെ വായിക്കുന്നത്, അബ്രഹാം ചെന്ന് പാർത്തിടത്തൊക്കെ, മമ്മയുടെ തോപ്പിൽ ചെന്ന് പാർത്തു. അവിടെയൊക്കെ എവിടെ ചെന്ന് പാർത്താലും അബ്രഹാം ആദ്യം ഒരു യാഗപീഠം പണിയും. യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കും, ദൈവത്തിന് യാഗമർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മീകനറിയാം യാഗത്തിൻ്റെ വില എന്താണെന്ന്. ആത്മീകനറിയാം പ്രാർത്ഥനയുടെ വില എന്താണ്, ആത്മീകനറിയാം കൂട്ടായ്മയുടെ വില എന്താണ്. അതിന് കൊടുക്കുന്ന സമയമോ, അതിന് ചെലവഴിക്കുന്ന പണമോ, അതിന് ചെലവഴിക്കുന്ന ആരോഗ്യമോ നഷ്ടമല്ലെന്ന് ആത്മീകനറിയാം. പക്ഷേ ലോത്തിനറിയില്ല. ലോത്തിന് എങ്ങനെയെങ്കിലും നീരോട്ടമുള്ളത് നേടിയാൽ മതി. അവന് ദൈവമായിട്ടുള്ള കൂട്ടായ്മയല്ല വിഷയം. ഇന്ന് ഈ വചനം കേൾക്കുന്നവ കർശനമായി ഗൗരവമായി ആത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ പറയുകയാണ്, ആത്മീയ കൂട്ടായ്മ ഒഴിവാക്കി, ദൈവത്തോടുള്ള ബന്ധം ഒഴിവാക്കി, ഇങ്ങനെ നീരോട്ടമുള്ളത് അന്വേഷിച്ച് പോകുന്ന ജീവിതം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാനും നിങ്ങൾക്ക് സമയമുണ്ടാകണം. ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകണം. ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകണം. ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ നിങ്ങളുടെ ജീവിതം ബാക്കി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കുന്നതൊന്നും നഷ്ടമല്ല. എബ്രായ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. എന്താ കാരണം? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ കർത്താവിനെ പ്രതി എന്ത് നഷ്ടം സഹിച്ചാലും അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇന്ന് ആ ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സകലം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? പ്രിയപ്പെട്ടവരെ, എന്ത് കിട്ടുമെന്നവരുടെ ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി, സകലം ഉപേക്ഷിച്ച് എന്നെ അന്വേഷിച്ച നിങ്ങൾക്ക് ഈ ലോകത്തിൽ തന്നെ കഷ്ടങ്ങളോടുകൂടെ 100 മടങ്ങ് ലഭിക്കും. വരാനുള്ള ലോകത്ത് നിത്യജീവനും പ്രാപിക്കാത്തവനാരുമില്ല. ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്ത് തന്നെ സാമ്പത്തികമായി ഏറ്റവും വലിയ ഉന്നതി വരുമെന്നൊന്നും ഞാൻ പ്രസംഗിക്കാൻ തയ്യാറല്ല. അത് ദൈവം കൊടുക്കുന്നവർക്ക് കൊടുക്കട്ടെ, ഇല്ലാത്തവർക്കില്ല. എല്ലാവർക്കും ഇത് കൊടുക്കുമെന്നും ദൈവവചനത്തിൽ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം, ഈ കർത്താവിന് വേണ്ടി ചെലവഴിക്കുന്നതിനും കർത്താവിന് വേണ്ടി നിൽക്കുന്നതിനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിനും അവിടത്തേക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഓരോ സമയത്തിനും നിത്യതയിൽ ഒരു വലിയ പ്രതിഫലം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ആ കാര്യത്തിൽ മാനിക്കുമെന്ന കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു. കാരണം എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് വേണ്ടി ജീവിതം നഷ്ടമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് വേണ്ടി ആരോഗ്യം നഷ്ടമാക്കുന്നവർ, ഇത് നഷ്ടമൊക്കെ ലോകത്തിൻ്റെ ദൃഷ്ടിയില്ല. ദൈവത്തിന് വേണ്ടി ആരോഗ്യം നഷ്ടമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് വേണ്ടി ജീവിതത്തെ നഷ്ടമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് വേണ്ടി പണം നഷ്ടമാക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം ദൈവത്തിന് കൊടുക്കുന്നതും ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കുന്നതൊന്നും നഷ്ടമല്ല. അതിന് 100 ഇരട്ടി പ്രതിഫലം തരുവാൻ ദൈവം വിശ്വസ്തന. നിത്യതയിൽ നമ്മെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തന. പ്രിയപ്പെട്ടവരെ, എബ്രായ വിശ്വാസികളെപ്പോലെ സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ച് അവരെപ്പോലെ നമുക്കും ജീവിതത്തിൽ ചില നഷ്ടങ്ങളെ സന്തോഷത്തോടെ സഹിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാപിച്ചെടുക്കാം. അതിന് മഹാപ്രതിഫലമുള്ള ധൈര്യം നമുക്ക് വേണം. ഈ ധൈര്യം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഈ നഷ്ടങ്ങൾ പരിഹരിക്കുവാൻ, നഷ്ടങ്ങൾക്ക് പകരം
എനിക്ക് ലാഭം തരുവാൻ, എന്നെ അനുഗ്രഹിക്കുവാൻ ഒരു ദൈവമുണ്ടെന്നുള്ള ആ വെളിപ്പാട് പ്രാപിക്കുന്നതാണ് ഈ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം. ഈ ധൈര്യം നിങ്ങളുടെ അകത്തെല്ലാം ഉണ്ടാകട്ടെ. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളുടെ അകത്ത് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിച്ചു വഴി നടത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഞങ്ങളുടെ വചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം, ഞങ്ങൾക്ക് നൽകിയ സമ്പത്ത്, ഞങ്ങൾക്ക് ദൈവം നൽകിയ സകല അനുഗ്രഹങ്ങളും അത് ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കാൻ വേണ്ടി കൂടെയാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അത് മൊത്തം നഷ്ടമാണെങ്കിലും ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ചിലവാകിപ്പോകുന്നത് അത് ലാഭമാണെന്ന് ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ച വചനത്തിലൂടെ അങ്ങ് ഇടപെട്ടല്ലോ. പരിശുദ്ധ കർത്താവേ, ഇന്ന് ആമേൻ ദൈവത്തിന് വേണ്ടി നഷ്ടം സഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഏറ്റവും വലിയ ത്യാഗം സഹിച്ച് ഞങ്ങളെ നേടിയെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി കരയുവാനും പ്രാർത്ഥിക്കുവാനും അനേകർ അവരുടെ ജീവിതവും സമയവും ഉപയോഗിച്ചെങ്കിൽ, കർത്താവെ ഞങ്ങളുടെ ജീവിതവും കർത്താവിന് വേണ്ടി ചെലവഴിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ വചനം പങ്കുവെക്കുന്നതിന് കർത്താവെ സഹായിക്കണമേ. നിത്യജീവന് വേണ്ടി അനേകരെ ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിനു വേണ്ടി മാത്രമുള്ള ഓട്ടത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവിൻ്റെ വലിയ കൃപ ഇന്ന് പകരുന്നതിനായിട്ട് സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന് വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം സമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഗോഡ് ബ്ലസ് യു.